ഹലോ നമസ്കാരം കേരള. നമ്മളിപ്പോ നിൽക്കുന്നത് സോളിൻടെക്കിന്റെ SMEC സ്റ്റാളിലാണ്. നമ്മുടെ മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റംസ് എപ്പോഴും അവൈലബിൾ ആണ്, പക്ഷെ ഹൈബ്രിഡ് സിസ്റ്റംസ് റിലയബിൾ ആയ സൊല്യൂഷനിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നോർമൽ ബാക്കപ്പ് ഇൻവേർട്ടേഴ്സ്, അതുപോലെ തന്നെ ലിഥിയം ബാറ്ററീസിൽ തന്നെ ആണെങ്കിൽ നമ്മൾ ലോ വോൾട്ടേജ് ലിഥിയം ബാറ്ററി സിസ്റ്റംസ്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് എന്താണെന്നറിയോ? നമുക്ക് ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഹെവി ലോഡ് റൺ ചെയ്യാൻ പറ്റില്ല. സോ സോളിൻടെക് ഈസ് ഗിവിംഗ് എ പുതിയൊരു സൊല്യൂഷൻ. എന്താന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജില് ഒരു ചെറിയ സിസ്റ്റം, പക്ഷെ അതിന്റെ പവർ ലോ വോൾട്ടേജ് പോലെയല്ല. യു ക്യാൻ റൺ everything. I will show you and I will explain. Come. So, ഇതാണ് നമ്മളെ ഹൈബ്രിഡ് സൊല്യൂഷൻ. ഇത് 4 കോമ്പിനേഷനിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 5 കിലോവാട്ട് ഇൻവേർട്ടർ വിത്ത് 5 കിലോവാട്ട് അവർ ബാറ്ററി. സോ 5 കിലോവാട്ട് അവർ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി എന്താ സംഭവിക്കുന്നത്, 2.5 കിലോവാട്ടല്ലേ ലോഡ് ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയല്ല, ഹൈ വോൾട്ടേജ് ആണ്. സോ നിങ്ങൾക്ക് എൻ്റെ 5 കിലോവാട്ട് ഇതിൽ നിന്ന് റൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു കോമ്പിനേഷൻ എന്താന്ന് വെച്ചാൽ 3 കിലോവാട്ട് അവർ ഇൻവേർട്ടർ പ്ലസ് 3 കിലോവാട്ട് അവർ ബാറ്ററി. സോ അതുകൂടാതെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് എല്ലാവർക്കും പ്രോബ്ലം ആകുന്നത്. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 5 കിലോവാട്ട് വിത്ത് 5 കിലോവാട്ട് അവർ ബാറ്ററി കൊടുക്കാം. പക്ഷെ ഫ്യൂച്ചറിലേക്ക് കസ്റ്റമേഴ്സിന് ലോഡ് ഇൻക്രീസ് ആയി വരുവാണ്. ഇൻക്രീസ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഡിഷ് വാഷേഴ്സ് കൊണ്ടുവരും, നമ്മളെ വീട്ടിൽ അഡീഷണൽ AC ഫിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ലോഡിന്റെ കൺസപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു 5 കിലോവാട്ട് അവർ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തൊരു മെയിൻ പോയിന്റ്, ഇപ്പൊ കേരളത്തിൽ കൂടുതലും സെൽ ഔട്ട് ചെയ്യുന്ന ബൈക്സ് ഏതാണെന്നറിയോ? EV ബൈക്സ് ആണ്, EV സ്കൂട്ടേഴ്സ് ആണ്, EV കാർസ് ആണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ഇത് ചാർജ് ചെയ്യാം. എങ്ങനെ ചാർജ് ചെയ്യാം? ഇപ്പൊ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രിഡ് എന്നാണ്. ഇനിയിപ്പോ TOD മീറ്റർ ഒക്കെ വരുമ്പോ നമ്മളെ ഗ്രിഡ് ചാർജസ് കൂടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വി ക്യാൻ യൂസ് എ ഗ്രീൻ ചാർജർ ഫങ്ഷനാലിറ്റി ഇൻ ദിസ് ഇൻവെർട്ടർ. എന്താണ് ഗ്രീൻ ചാർജർ ഫങ്ഷനാലിറ്റി? സോ ഗ്രീൻ ചാർജർ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് ബാറ്ററി ചാർജ് ആയി, നമ്മളെ ലോഡ് റൺ ചെയ്യുന്നു. Again you have existing solar power. ആ പവർ എക്സിസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളെ EV ചാർജേഴ്സ്, സോളിൻടെക്കിന്റെ EV ചാർജേഴ്സ് കമ്മിങ് ടു ദ മാർക്കറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ REOന്റെ ടൈമിൽ നമ്മൾ അത് ലോഞ്ച് ചെയ്യും. ആ സമയത്ത് അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ EV ചാർജേഴ്സ് ഈ ഇൻവെർട്ടേഴ്സ് റൺ ചെയ്യും. ഇത് കൂടാതെ നമുക്കിപ്പോ ഗ്രിഡ് ഇല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വരണം. എന്ത് ചെയ്യും? ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ആ സമയത്ത് നമ്മുടെ ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് EV ചാർജ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ അഡീഷണൽ ഒരു ഫീച്ചേഴ്സ് ഫ്യൂച്ചറിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെഹിക്കിൾ ടു ഹോം ചാർജിങ് ഫെസിലിറ്റി. അതായത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇതേ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് വെഹിക്കിളിന്റെ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് വീട് റൺ ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ സിസ്റ്റംസ്. സോ ആൻഡ് വി ആർ നോട്ട് ചാർജിങ്, ഒരുപാട് പൈസ നമ്മൾ മേടിക്കുന്നില്ല. This will be competitive with your LV pricing. So എന്താണ് സോളിൻടെക് മാർക്കറ്റിലേക്ക് തരുന്നതെന്ന് വെച്ചാൽ lot of features with the high voltage, but price is not more than your LV systems.